ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം സ്വന്തമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് ഓർത്ത് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽ വെട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കത്രിക വേണം, പിന്നെ ഒരു ചോക്ക് വേണം, പിന്നെ നമുക്ക് ടേപ്പ് വേണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 മീറ്ററാണ് നമ്മുടെ മെയിൻ ഫാബ്രിക് എടുത്തിരിക്കുന്നത്. പിന്നെ 2.25 മീറ്ററാണ് ലൈനിങ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ബോഡി പാർട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ലൈനിങ് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കയ്യിലൊക്കെ നമ്മൾ ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു 2.25 എടുത്തിരിക്കുന്നത്. പക്ഷേ മെയിൻ ക്ലോത്ത് നമ്മൾ എന്തായാലും 2.5 എടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ നല്ല ഇറക്കത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ മുന്നോട്ടിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലൈനിങ് ആണ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈനിങ് നമ്മൾ 2 ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ആ വെട്ടുന്ന ഭാഗം താഴെ വേണം വരാനായിട്ട്. പിന്നെ നമ്മൾ അതിനെ ജസ്റ്റ് നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ട് മടക്കുക. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മടക്കുക. അത് ഒരു 13, ഒരു ഏകദേശം ഒരു ഹൈറ്റും മീഡിയം ടൈപ്പ് വണ്ണമുള്ള ഒരാൾക്കാർക്കൊക്കെ എന്താണേലും ഒരു 13 ഒക്കെ മതി നമുക്കൊരു നീളമെന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു വീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മടക്കി കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഇത് 4 പീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 13 ആക്കി കൊടുക്കുക. 13, 15 ഒക്കെ ഇടാം. 13 എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒത്തിരി നീളമുള്ള ടോപ്പാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വീതി ഇങ്ങനെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അതിലും നല്ലത് നമ്മൾ കറക്റ്റ് അളവിലിട്ട് വെട്ടുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ 13 ഇവിടെ അളവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 13 2 വശവും, അതായത് താഴത്തെ വശവും മുകളിലത്തെ വശവും കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ പിടിക്കാൻ നോക്കുക. അതിനുശേഷം വേണം നമ്മൾ വെട്ടുന്ന സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കും. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കേട്ടോ, ഞാൻ വേറെ എവിടെയും പോയി പഠിച്ചൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അല്ല വെട്ടുന്നതെങ്കിൽ, ഇങ്ങനെ പ്രൊഫഷണലായിട്ടുള്ളവരൊന്നും ഇങ്ങനെ എല്ലാവർക്കും വെട്ടുന്നത്. അപ്പം ഞാൻ എൻ്റെ ആയിട്ടുള്ള രീതി കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ എൻ്റെ കഴുത്തകൽ എടുക്കുന്നത് ഒരു 4 ഞാൻ എടുക്കുന്നത്. 3.5 കഴിഞ്ഞിട്ട് ഒരു 2 ആ ഒരു വര കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ അളവെടുക്കുന്നത്. അതാണ് എൻ്റെ കഴുത്തകലം. പിന്നെ നമ്മൾ എടുക്കുന്നത് ഷോൾഡർ ആണ്. അപ്പോൾ കഴുത്ത് അത്യാവശ്യം അകലം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഷോൾഡർ ഇവിടെ 2.5 എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമുക്ക് താഴത്തേക്ക് കൈക്കുഴി വേണം. കൈക്കുഴി ഞാൻ 7 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച വരയുണ്ടല്ലോ, അവിടെ വേണം നമ്മൾ നമ്മുടെ ടേപ്പ് പിടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് എടുത്തതിന് ശേഷം നമുക്കൊന്ന് കേർവ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. 1 ഇഞ്ച് എടുത്തതിന് ശേഷം മാത്രം നമ്മളൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രം ഒന്ന് കേർവായിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ വെച്ചിരിക്കുന്ന വരയിൽ തന്നെ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള അളവുകളെല്ലാം എടുക്കുന്നത്. ഞാൻ ഇതുപോലുള്ള അളവുകളൊക്കെ എടുക്കും. ആദ്യം നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനാണ്. അപ്പോൾ അത് ഞാനൊരു 10.5 എടുക്കുന്നത്. അതിനുശേഷം എൻ്റെ ഹിപ്പിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ഞാൻ 15 എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷൻ വരുന്നത് 21.5 എടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് സ്ലിറ്റ് ഒരുപാട് കയറിയിരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 21.5 എടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും അളവുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ എൻ്റെ അളവനുസരിച്ച് നിങ്ങൾ വെട്ടണമെന്നില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ അളവനുസരിച്ച് വേണം വെട്ടാനായിട്ട്. പിന്നെ നമ്മൾ ഇനി ഇതിൻ്റെ അകലങ്ങൾ നമുക്കിനി വേണ്ട വണ്ണത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനിയിപ്പം ഇപ്പം എൻ്റെ ഇവിടെ 10 നമ്മൾ 10.5 എന്നുള്ള ചെസ്റ്റിൻ്റെ പോർഷൻ എടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ അളവ് വരുന്നതെന്ന് പറയുന്നത് എനിക്ക് 39, 38 വരുന്നത്. അപ്പം നമ്മളത് മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ അതിൻ്റെ അളവെടുക്കുമ്പോൾ അതിൻ്റെ 4 ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്ക് ഫുൾ പോർഷൻ, അതായത് ഇപ്പം ചിലവർ ഉണ്ട് നമ്മുടെ തുണി വെച്ചിട്ട്, അതായത് നമ്മൾ തയ്ച്ച തുണി വെച്ചിട്ട് അളവെടുക്കുന്നവരുണ്ട്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ബോഡിയിൽ അളവെടുക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് എടുക്കുകയാണ്, നമ്മൾ ഫുൾ ചുറ്റിനുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 40 ഇപ്പോൾ ഒരു 40, ഒരു എക്സാമ്പിൾ പറയാം, 40 നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അതിനെ നമ്മൾ 40നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്കും കിട്ടും നമുക്ക് അവിടെ വരയ്ക്കേണ്ട ആ ഒരു അളവ് നമുക്കവിടെ കിട്ടും. അതേസമയം നിങ്ങൾ തുണിയാണ്, അതായത് നിങ്ങൾക്ക് ഉള്ള ഒരു ചുരിദാറിൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ് നിങ്ങൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഇങ്ങനെ നമ്മൾ ഒരു ഭാഗമല്ലേ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ അതിനെ by 2 ആട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ഫുള്ളായിട്ട് പിടിക്കുവാണെങ്കിൽ, ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു അളവെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 40 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ 4 വെച്ചിട്ട് ഗുണിക്കുക. അതേസമയം നമ്മൾ അളവ് തുണിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വട്ടം നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല, അളവ് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്നാ ചെയ്യണം, ആ കിട്ടിയ അളവിനെ, അപ്പോൾ 20 ആയിരിക്കും കിട്ടുന്നത്, അപ്പോൾ 20നെ നമുക്ക് 2 വെച്ചിട്ട് അതിനെ
എന്താ ഗുണിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അളവ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അളവ് വേണം. അപ്പോൾ ഒരുപാട് അങ്ങ് ഇറുക്കി നമ്മൾ നമ്മുടെ അളവെടുക്കരുത്. നമ്മൾ ജസ്റ്റ് ഒരു ലൂസ് ആക്കിയിട്ടതിന് ശേഷം മാത്രമേ അളവെടുക്കാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് തയ്ക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചുരിദാർ, നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചുരിദാർ ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവെടുത്തിട്ട് നിങ്ങൾക്ക് തയ്ക്കാം. അപ്പം അതിന് ഷേപ്പ് വന്നിരിക്കുന്നതും ഒക്കെ നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പം അല്ലാതെ നമുക്കിങ്ങനെ അളവെടുക്കാൻ അറിയാത്തവർക്ക് ഇനി നമുക്ക് ചുരിദാറിൽ നമ്മുടെ ഒരു അളവ് തുണി വെച്ചിട്ട് എങ്ങനെ തുണി വെട്ടാമെന്നുള്ളൊരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാവേ. അപ്പം നമ്മളിതുപോലെ തന്നെ എൻ്റെ അളവുകളെല്ലാം ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 10 എന്ന് പറയുന്നത് ഞാൻ 39 എടുത്തിരിക്കുന്നത്. 15 എന്ന് പറയുന്നത് എൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത് 15 എൻ്റെ ഷേപ്പിൻ്റെ നീളം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയായിരുന്നു, 32. പിന്നെ താഴെ സ്ലിറ്റിൻ്റെ ഭാഗവും ഞാൻ 39 കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ ലൈൻ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്ച്ച ചുരിദാറിൻ്റെ ഏതെങ്കിലും കൈക്കുഴി കറക്റ്റായിട്ടുള്ളത് ഏതാണോ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നമ്മുടെ ആ ഒരു ടേപ്പ് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിങ് വന്നിരിക്കുന്ന ഭാഗം അവിടുത്തെ വരെയുള്ള വണ്ണം നമ്മൾ എടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ ആ വെട്ടിയിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് അളന്നിട്ട് അതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവ് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വരച്ചിരിക്കുന്ന ഡോട്ടുകളെല്ലാം നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ യഥാർത്ഥ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിനെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാവേ. ഇതേ നമ്മളതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ലെവലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പിൻ്റെ ആ ഭാഗം എടുക്കാം. ഇനി നമുക്ക് തയ്യൽ തുമ്പ് വേണം ഇടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് ഭാഗം നമ്മളിങ്ങനെ തയ്യൽ തുമ്പായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് നമുക്കിനി വണ്ണമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അഴിച്ചു വിടുകയൊക്കെ ചെയ്യാം. അപ്പം ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു അകലത്തിൽ തന്നെ വേണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാനിവിടെ പണ്ടൊക്കെ നമ്മൾ ഈ ഇറക്കം കുറഞ്ഞ ചുരിദാറാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ആ താഴത്തെ വീതി ഇട്ടിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കും. പക്ഷേ നമ്മളിപ്പം എല്ലാവരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആരും ഇപ്പോൾ അങ്ങനെ തയ്ക്കുന്നവരില്ല. എല്ലാവരും ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കട്ടിങ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ നേരത്തെ നമ്മളൊരു തയ്യൽ തുമ്പിട്ട ഭാഗം ഉണ്ടല്ലോ, ആ തുമ്പിൻ്റെ അവിടെ വെച്ചിട്ട് താഴത്തെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട്, അതായത് നമ്മൾ നടന്ന് നോക്കുക ഇവിടുന്ന് എന്തോരം ഉണ്ട് അവിടെയെന്ന്. കണ്ടോ, ഞാനിപ്പോൾ കറക്റ്റ് ആ വരയുടെ അവിടം വരെ അളന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊരു താഴത്തേക്കും ആ അളവ് തന്നെ നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തുണി ഇങ്ങനെ അളക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ തുണിയൊക്കെ ഇങ്ങനെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ആ താഴത്തെ നമ്മൾ മുകളിലെടുത്ത അളവ് തന്നെ നമ്മൾ താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ രണ്ടും കൂടെ ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മനസ്സിലായോ? അപ്പം ഇത്രയും ചെയ്തിട്ട് ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് പറയാവേ. ഇനി നമ്മൾ ആ വരച്ചിരിക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് നമ്മുടെ കത്രിക വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാവേ. നന്നായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ പിടിച്ചിട്ട് വേണം. 4 പീസും രണ്ടും മാറി പോവരുത്. അപ്പോൾ നമ്മൾ 4 പീസും നമുക്ക് ഒരുപോലെ തന്നെ വേണം. പിന്നെ നമ്മൾ ആ നേരത്തെ വരച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് അവിടെ കിട്ടും. അപ്പോൾ നമ്മളിനി മെയിൻ തുണി വെട്ടി കഴിയുമ്പോഴും നമുക്ക് ഈ 2 തുണിയും കൂടെ ഒരുമിച്ച് പിടിക്കാനായിട്ടും ഒക്കെ എളുപ്പമായിരിക്കും. നമ്മൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് വെട്ടിയെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം നിങ്ങൾക്ക് നേരെ ഇട്ട് തന്നെ എടുക്കാം. നമ്മുടെ നല്ല വശത്ത് തന്നെ നോക്കി വെട്ടാം. അല്ലെങ്കിൽ നമുക്ക് തുണി മറിച്ചിട്ടാണെങ്കിലും വെട്ടാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ നേരത്തെ ലൈനിങ് പീസ് ചെയ്ത പോലെ തന്നെ ആദ്യമേ നമ്മൾ 2 ആക്കി മടക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ആ വെട്ടുന്ന പോർഷൻ കണ്ടല്ലോ, ആ ഓപ്പണിങ് വരുന്ന ആ പോർഷൻ എപ്പോഴും താഴെ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ 2 വശവും താഴത്തെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ വെട്ട് വന്നിരിക്കുന്ന, അതായത് ഓപ്പണിങ് വരുന്നിരിക്കുന്ന വശം എപ്പോഴും നമ്മുടെ താഴെ ആയിരിക്കണം വരേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ 2 ആക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്തായാലും ആ തുണികളെല്ലാം കറക്റ്റ് പിടിച്ച് നേരെ ഇട്ടിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 2 അളവായി പോവേ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് രീതിയിൽ തന്നെ പിടിച്ചിട്ട് അളവെടുക്കാൻ നോക്കുക. അതിനുശേഷം ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ലൈനിങ് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് എന്തായാലും അതിനെ വിടിച്ചൊന്ന് സെപ്പറേറ്റ് ഒന്നും ചെയ്യരുത്. ഈ നമ്മുടെ മെയിൻ തുണി വെട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ തുണിയെല്ലാം കറക്റ്റ് പിടിച്ചിട്ട് ഇപ്പോൾ ഈ കുറഞ്ഞു പോയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കയറ്റി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലൈനിങ് അതിന് മുകളിൽ വെച്ചിട്ട് ആ അളവിൽ തന്നെ നമുക്ക് നമ്മുടെ മെയിൻ തുണി വെട്ടിയെടുക്കാം കേട്ടോ.
അപ്പോൾ ദേ നമുക്ക് നമ്മുടെ മെയിൻ തുണി വെട്ടിയെടുക്കാം. ദേ നമ്മൾ കറക്റ്റ് നമ്മുടെ ആ തുണിയുടെ ഒപ്പം തന്നെ, അതായത് ആ 2 പോർഷനും കറക്റ്റ് ലെവലിൽ തന്നെ വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആ ഒരു, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ പിടിക്കുക. അത് കറക്റ്റ് ആക്കി ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ തുണി വെട്ടാവുള്ളൂ കേട്ടോ. അപ്പം എല്ലാ സൈഡും നന്നായിട്ട് നമ്മൾ ഒതുക്കി കൊടുക്കുക. എവിടെയെങ്കിലും തുണി മടങ്ങി ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇനി അത് വെട്ടിയെടുക്കാവേ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ മെയിൻ തുണി എന്തായാലും നമ്മുടെ അതായിരിക്കും നമ്മുടെ ഇറക്കം വേണ്ടത്. അപ്പോൾ നമുക്ക് ലൈനിങ് എന്തായാലും നമുക്ക് ഇറക്കം കുറവായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം 46 എൻ്റെ ആ ഒരു നീളം എന്ന് പറയുന്നത്, അതായത് എൻ്റെ ചുരിദാറിൻ്റെ നീളം എന്ന് ലെങ്ത് എന്ന് പറയുന്നത് 46. അപ്പോൾ ഞാനിങ്ങനെ ലൈനിങ് ഇട്ടതിന് ശേഷം ഞാനിങ്ങനെ അളന്ന് നോക്കി. 46 അളന്നതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ താഴെ ഒരു ജസ്റ്റ് വരയിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു എന്തോരം 46ൻ്റെ അളവ് വരെ എടുത്തിട്ട്, ഇപ്പോൾ എനിക്ക് 46 അളവെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് 47 ഇട്ട് വേണം നമ്മൾ തുണി വെട്ടിയെടുക്കാൻ വേണ്ടി. കാരണം നമുക്കത് മടക്കി അടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 46 നിങ്ങളുടെ നീളമെങ്കിൽ എന്തായാലും 1 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുക്കുക, 47 ഇട്ട് കൊടുക്കുക. അപ്പോൾ 47 ഇട്ടതിന് ശേഷം നമ്മൾ താഴത്തെ തുണി ഒന്ന് വെട്ടിക്കളയുക. എന്നിട്ട് ബാക്കി നമ്മുടെ ഈ ലൈനിങ് അതിൻ്റെ ഷേപ്പിൽ തന്നെ, അതായത് നമ്മൾ ലൈനിങ് വെട്ടി വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതും വെട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അത് വെട്ടിയെടുക്കാവേ. എന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ തുണി വെട്ടിയെടുത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് വെച്ചതിന് ശേഷം, കൈ അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വെട്ടാൻ നോക്കുക കേട്ടോ. അല്ല തുണി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അതിൻ്റെ അടയാളത്തിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് കത്രികയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു ആ പോർഷൻ, നമ്മൾ സെപ്പറേറ്റ് ആകാത്ത പോർഷനാണല്ലോ നമ്മൾ മുകളിലത്തെ ഭാഗം വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു കൈക്കുഴിയുടെ ഭാഗമെല്ലാം നമുക്ക് ഒന്ന് വെട്ടിയെടുക്കാവേ. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്ത് വെട്ടുന്നത്, അതായത് ബോഡി പാർട്ട് നമ്മളിപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ കഴുത്ത് വേണം, അതുപോലെ തന്നെ കൈയുടെ ആ ഒരു പോർഷൻ നമുക്ക് വെട്ടിയെടുക്കണം. അപ്പം ഇതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഒരു വശത്ത് മാത്രമാണല്ലോ നമ്മൾ അളവെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അളവുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനെ ഓപ്പോസിറ്റായിട്ട് മടക്കുക. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് മടക്കി കഴിയുമ്പോഴത്തേക്കിനും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കിനും ഓൾറെഡി നമ്മുടെ ആ നേരത്തെ ആ ചോക്കിൻ്റെ പോർഷൻ നമ്മുടെ ഇപ്പുറത്തെ തുണിയിലേക്ക് വന്നോളും. അപ്പം നമുക്ക് ആ ഒരു 2 വശത്തും ആ ഒരു സെയിം അളവ് തന്നെ വരികയും ചെയ്യുവേ. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇപ്പുറത്തെ വശത്തേക്ക് ആ ഒരു അളവ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള രീതിയിൽ അളവ് വരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡാർക്കായിട്ടും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പം അത് അവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പണി. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നാ നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്താണ് നമുക്കിനി വെട്ടിയെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ കറക്റ്റ്, അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ കഴുത്തും ബാക്കിലത്തെ കഴുത്തും ഒരേപോലെയാണ് വെട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പം ഫ്രണ്ടിലത്തത് ഇച്ചിരി ഇറങ്ങാതെയും ബാക്കിലത്തെ ഇച്ചിരി നന്നായിട്ട് ലെങ്ത്തിൽ ഇറക്കമുള്ള ടൈപ്പ് കഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇട്ട് വെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ഒരേപോലത്തെ രീതിയിലാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ താഴെ നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ താഴത്തെ നമ്മുടെ ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ടോട്ടൽ ഇപ്പം ലൈനിങ്ങും നമ്മുടെ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കഴുത്തിൻ്റെ എന്തുമാത്രം നമുക്ക് ഇറക്കം വേണമെന്നോ എന്തുമാത്രം നമുക്ക് അകലം വേണമെന്നനുസരിച്ച് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നത് 3.5 കഴിഞ്ഞിട്ട് ഒരു 3.5-4 ആ ഒരു റേഞ്ചായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ താഴത്തേക്ക് ഞാനൊരു 5 എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് നമ്മൾ 5 മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ആ ഒരു അകലം എന്ന് പറയുന്നത് ഒരു 4.5 നമ്മൾ മാർക്ക് ചെയ്തു. ഇപ്പം ഞാൻ ചതുരക്കഴുത്താണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 4.5 നമ്മൾ താഴെ എടുത്തിരിക്കുന്നതെങ്കിൽ മുകളിൽ നമ്മൾ 4.5 എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴേന്ന് പറയുമ്പോൾ അതിൻ്റെ നീളമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് 5 എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ തമ്മിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇതിനെ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കഴുത്തിൻ്റെ പോർഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈ എങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് വീഡിയോ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ കഴുത്ത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് കൈയുടെ ഫാബ്രിക് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് വേണം, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഫുൾ സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫുൾ സ്ലീവിന് ഇപ്പോൾ ഇത് ഓൾറെഡി ഒരു ജസ്റ്റ് കട്ടിങ് ആയിട്ട്, ഇപ്പം നമുക്ക് ഫുൾ സ്ലീവിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പം നീളം നമുക്ക് തികയത്തില്ല. അപ്പം ഞാൻ ആ സൈഡിൽ കണ്ടോ, സൈഡിൽ അപ്പോൾ അത്രയും തുണി മിച്ചം വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു അവിടെ ഒന്ന് ജസ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഇവിടെ വെട്ട് പോലെ ഒരു സംഭവം വരുന്നേ ഉള്ളൂ. ഈ ഇതുപോലത്തെ തുണി ആയതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഫുൾ കൈക്ക് അങ്ങനെ തയ്ക്കുക. അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് കട്ടിങ് വന്നാലും നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കൈയുടെ ഒരളവ് എടുത്തിട്ടുണ്ട്. ഒരു 20 സംതിങ് എങ്ങാണ്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അന്ന് ജസ്റ്റ് ഒരു നമ്മുടെ കൈക്കുഴിയുടെ ആ ഭാഗമൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിന് അളവൊന്ന് വരച്ചു കൊടുക്കാവേ. അപ്പം നമ്മുടെ കൈയുടെ അവിടെ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിന് മുമ്പ് ഇനി നമ്മൾ തയ്ക്കാൻ വേണ്ടി പോകുമ്പം ആദ്യം തന്നെ നമ്മുടെ ആ കയ്യിൽ ആ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ആദ്യമേ നമ്മളൊന്ന് അടിക്കുക. അതിനുശേഷം വേണം ബാക്കിയുള്ള പോർഷനൊക്കെ നമ്മൾ കൈയൊക്കെ അടിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയ്ക്കകത്ത് ഞാൻ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ കൈയുടെ പോർഷൻ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൈയുടെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ട ഇങ്ങനെ 2 പോർഷൻസാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫുൾ കൈ ആയിട്ടുള്ളൊരു കൈ നമ്മൾ രണ്ടാക്കി ഒന്ന് എന്താ പറയുക ഒന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ ഇരിക്കും. ഇനി ഇതിനെ രണ്ടിനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പം നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.